ഹായ് ഡിയേഴ്സ്. അപ്പം ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പം ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപുത്രനായ യേശു ഭൂമിയിലേക്ക് മനുഷ്യപുത്രനായി അവതരിച്ചു എന്നൊക്കെയല്ലേ. ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നൊക്കെയല്ലേ. അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെയും നമ്മൾ ഈ ക്രിസ്മസ് അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പാതിര കുർബാനയ്ക്ക് പോവുകയാണേ. നമ്മൾ നടന്നാണ് പോകുന്നത്. 11:30-ക്കാണ് നമ്മുടെ കുർബാന. നമുക്കപ്പോൾ പള്ളിയിൽ പോയി നമ്മുടെ ഉണ്ണീശോ പിറക്കുന്നതും കുർബാന കണ്ടിട്ട് വരാം. ബാക്കി കാര്യങ്ങൾ വീട്ടിൽ വന്നിട്ട്. അപ്പം പള്ളിയിൽ ഈ വർഷം അവർ ചെയ്തിരിക്കുന്നത് ചൂരൽമല ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചാണ് അവർ ഈ പുൽക്കൂടും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, ചൂരൽമല, മുണ്ടക്കായം എന്നീ റീജിയൻസ് എന്നീ സ്ഥലങ്ങളാണ് അവർ കൂടുതലും എടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അന്നൂസ് ഇവിടുത്തെ 6 മീനെ പിടിക്കാൻ നിൽക്കുവാണ്. അന്നൂസ് ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാണ് കേട്ടോ. അപ്പം അത് നമുക്കറിയാമായിരുന്നു, വലിയ ചരിത്രം തന്നെയായിരുന്നു അല്ലേ. വീടുകളും കന്നുകാലികളും എല്ലാം ഉരുൾപൊട്ടൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്നൊരു ദൃശ്യം അവരിവിടെ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു കാഴ്ച കണ്ടേ. കുറേ സമ്മാനപ്പൊതികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമ്മാനം എടുക്കാം. അങ്ങനെ ഞങ്ങളൊരു 3 എണ്ണം എടുത്തേ. അപ്പം നിങ്ങൾക്ക് ഈ സമ്മാനപ്പൊതികളിൽ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കയറി കിടന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മ എന്തോ വലിയ പരിപാടിയില്ല. അമ്മ രാവിലെ എന്നെ കഴിക്കാൻ? രാവിലെ പാലപ്പവും നമുക്ക് താറാവ് സ്റ്റൂ ആണ് കഴിക്കാനുള്ളത്. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുക? അത് മോളെ, നമ്മൾ പാലപ്പം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പാലപ്പം ഉണ്ടാക്കുന്ന പൊടിയിൽ നിന്ന് 2-3 സ്പൂൺ പൊടി എടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ കപ്പി ഉറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി പറയുന്നത് കപ്പി ഉറുക്കുന്നല്ലേ? ഓ, മനസ്സിലായി. രാവിലെ പാലപ്പവും താറാവ് കറിയുമാണ് കഴിക്കാൻ. ഇനി ഓരോരുത്തടുത്തും ചെന്നിട്ട് ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാവേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഫുഡ്? ഫുഡ് അടിപൊളിയായിരുന്നു. പാലപ്പവും താറാവും സ്റ്റൂ. പപ്പ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പപ്പായി ആഹാരമൊക്കെ, ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഭക്ഷണം. ഇഷ്ടപ്പെട്ടോ? നല്ല സൂപ്പർ ഫുഡാ. ഇപ്പൊ ഇത് അങ്കാച്ചിയാണ്. അങ്കാച്ചിക്ക് ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ? നല്ലായിരുന്നു. എന്റെ ആന്റിയാണ്. ആന്റി എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? അപ്പൊ ഇതെന്റെ പ്രിയപ്പെട്ട ഗ്രാൻഡ് മദറാണ്. മമ്മി കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 2 തെമ്മാടികളുടെ അഭ്യാസങ്ങൾ നമുക്കിവിടെ കാണാവേ. ഇത് നമ്മുടെ അന്നൂസും അപ്പൂസും ആണ്. കണ്ട 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 അവിടെ ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ, ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് നമുക്ക് എന്നായിരുന്നു കഴിക്കാൻ? ഇറച്ചിക്കറിയായിരുന്നു. ബീഫ്, താറാവ്, താറാവല്ലായിരുന്നു. പാലപ്പവും താറാവും സൂപ്പറായിരുന്നു അല്ലേ? എന്താ അനുസ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലായിരുന്നോ? അപ്പൊ ഇന്നത്തെ പാതിര കുർബാനയൊക്കെ ഇഷ്ടപ്പെട്ടോ? പാതിര കുർബാന കഴിഞ്ഞിട്ട് അവിടെ പരിപാടികളൊക്കെ ഇല്ലായിരുന്നോ? പിന്നെ നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സെല്ലാം ഇട്ട് ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ നല്ല കിടലായിട്ട് ഉറങ്ങി. അതെ അല്ലേ, ഉറങ്ങി ക്ഷീണമൊക്കെ തീർത്തു, നമ്മൾ കഴിച്ചു അല്ലേ. പിന്നെ നമ്മൾ ഇനിയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞെടുത്താൽ കേക്ക് കഴിക്കാം. നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ. പ്രാർത്ഥിച്ചിട്ടൊക്കെ കേക്കൊക്കെ മുറിച്ചു, ഞാൻ എല്ലാവർക്കും കൊടുത്തു. ഞാൻ ഇപ്പൊ കഴിക്കുക. അപ്പൊ ഇതെന്റെ കസിൻ അങ്കിളും കസിൻ ആന്റിയുമാണേ. അപ്പൊ നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ ഇടം വരെ ആയി? ഒരു ഫാഷനൊക്കെ വേണ്ടിയാണോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത്? ഞാനിപ്പം വെളിയിൽ നിന്ന് വന്ന കാരണം എനിക്ക് ഭയങ്കര സൺലൈറ്റ് ഇരിക്കുന്നത് മാത്രമാണ്. സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഇതെന്റെ കസിൻ അങ്കിളും കസിൻ ചേട്ടനുമാണ്. ഇപ്പൊ ക്രിസ്മസ് പരിപാടി ഒക്കെ എവിടം വരെ ആയി? ക്രിസ്മസ് പരിപാടി ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ്. പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ചോറൂണൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. ആണല്ലേ? പള്ളിയിലൊക്കെ പോയോ? പള്ളിയിലൊക്കെ രാത്രി പോയി.
നല്ല തകർത്തു. അങ്ങനെ എല്ലാവരും ചാച്ചാ ബൈ ബൈ സീ യു പറഞ്ഞ് പോയി ഗൈസ്. രാത്രിയായപ്പോൾ വീട്ടിൽ കരോളൊക്കെ വന്ന് ഞങ്ങളെ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് അന്നൂസ് അപ്പൂസ് ഭയങ്കര തുള്ളല. അങ്ങനെ അവസാനം ഞങ്ങൾ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു. ഇതോടുകൂടി ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞു ഗൈസ്. അടുത്ത വീഡിയോ ഹാപ്പി ഹാപ്പി ലിപ്പ് എനിക്ക്